മലയാളികൾക്ക് ഇന്ന് ഉത്രാടപ്പാച്ചിൽ. മഴ വിപണിയിൽ നേരിയ ആശങ്ക പരത്തി. തിരുവോണം നാളെ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദനമേറ്റ സംഭവം. കേസ് പിൻവലിക്കാൻ പോലീസ് 20 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായി മർദ്ദനത്തിനിരയായ പ്രവർത്തകൻ. വോട്ടർ പട്ടിക ക്രമക്കേട് ആക്ഷേപങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒളിച്ചുകളി നടത്തുന്നതായി സിപിഐ. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. രോഗബാധ സ്ഥിരീകരിച്ചു. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. മലയാളികൾക്ക് ഇന്ന് ഉത്രാടപ്പാച്ചിൽ. നാടും നഗരവും ഇനിയുള്ള മണിക്കൂറുകൾ ഉത്രാടപ്പാച്ചിലിൽ അലിയും. സാധനങ്ങൾ വീടുകളിൽ എത്തിക്കുവാനുള്ള തിക്കും തിരക്കും എല്ലായിടത്തും തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. നഗരത്തിലെ മാർക്കറ്റുകളിൽ നേരിയ തിരക്ക് അനുഭവപ്പെട്ടു. പായസം, റെഡിമെയ്ഡ് സദ്യ എന്നിവയ്ക്കും വൻ ഡിമാൻഡാണ്. ഓണക്കോടിയെടുക്കുവാനും ഇന്ന് കടകളിൽ തിരക്കേറും. ഇന്ന് നല്ല കച്ചവടം പ്രതീക്ഷിച്ചുവെങ്കിലും വഴിയോര കച്ചവടക്കാരെ മഴ പ്രതിസന്ധിയിലാക്കി. പൂവിപണിയിലും മഴ ആശങ്ക പരത്തി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്രാടനാളിൽ കാഴ്ചകുല സമർപ്പണവും പുത്തരി നിവേദ്യവും പുത്തരി സദ്യയും നടന്നു. പന്തീരടി പൂജയ്ക്ക് ശേഷം ക്ഷേത്രം കലവറയ്ക്ക് സമീപം അരിയളക്കൽ ചടങ്ങ് നടന്നു. തുടർന്ന് കല്ലൂർ ജയന്റെ പ്രമാണിത്വത്തിലുള്ള ഉത്രാട പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ കാഴ്ചകുല സമർപ്പണം നടന്നു. തുടർന്ന് വിഭവസമൃദ്ധമായ ഉത്രാട സദ്യ നടന്നു. തൃശൂർ പഴയ നടക്കാവ് പാണ്ടി സമൂഹ മഠത്തിൽ ഉത്രാട കാഴ്ചകുല സമർപ്പണം സമൂഹം ആചാര്യൻ തൃക്കൂർ സുരേഷ് വാദ്യാരുടെ നേതൃത്വത്തിൽ നടന്നു. പൂജകൾക്ക് ശേഷം ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത ശേഷമാണ് കാഴ്ചകുല സമർപ്പണം നടന്നത്. പുത്തരി നിവേദ്യം ഉണ്ടായിരുന്നു. ചടങ്ങിന് സമൂഹം പ്രസിഡന്റ് പ്രൊഫസർ ദേവനാരായണൻ, സെക്രട്ടറി എസ് ശിവ രാമകൃഷ്ണൻ, പൂജാരി രാമകൃഷ്ണൻ, എസ് കൃഷ്ണമൂർത്തി, മറ്റ് സമൂഹാംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. വടക്കുംനാഥിന്റെ മുന്നിൽ രാമായണ ഫെസ്റ്റിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി കൂറ്റൻ തൃക്കാക്കരയപ്പനെ സ്ഥാപിച്ചു. സമർപ്പണത്തോടനുബന്ധിച്ച് മാതൃസമിതിയുടെ തിരുവാതിരക്കളി, ഭിന്നശേഷി കുട്ടികൾ അവതരിപ്പിച്ച പുലിക്കൊട്ട്, ശ്രീ പാർവതിയും ശ്രീലക്ഷ്മിയും അവതരിപ്പിച്ച ഇരട്ടത്തായമ്പക, ഓണപ്പാട്ടുകൾ എന്നീ കലാരൂപങ്ങളും അരങ്ങേറി. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനമേറ്റ സംഭവത്തിൽ കേസ് പിൻവലിക്കാൻ പോലീസ് 20 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായി മർദ്ദനമേറ്റ പ്രവർത്തകൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി.എസ്. സുജിത്തിനാണ് 2023 ഏപ്രിൽ 5-ന് ക്രൂരമായി മർദ്ദനമേറ്റത്. കുന്നംകുളം പോലീസ് എസ്.ഐ. ന്യൂമാൻ, സിപിഒമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവരാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിനിരയാക്കിയത്. സുജിത്തിനെ പോലീസ് സംഘം മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ സംഭവം വീണ്ടും വിവാദമായിരിക്കുകയാണ്. KPCC സെക്രട്ടറി സണ്ണി ജോസഫ് മർദ്ദനമേറ്റ സുജിത്തിനെ ഇന്ന് സന്ദർശിക്കും. ശക്തമായ പ്രക്ഷോഭ പരിപാടികളാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇടവേള. ഗ്രൂബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വാർത്തയിലേക്ക്. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ നടന്ന ക്രമക്കേടുകളെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിന്മേൽ ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമായ വിവരങ്ങൾ നൽകാതെ ഒളിച്ചുകളി തുടരുകയാണെന്ന് സിപിഐ നേതാക്കൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരല്ലാത്ത ആളുകളെ അനധികൃതമായി വോട്ടർമാരാക്കി വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം നടത്തിയതായി ഇതിനോടകം തെളിവുകൾ സഹിതം വിവരങ്ങൾ പുറത്തുവന്നിട്ടും ഇലക്ഷൻ കമ്മീഷൻ യാതൊരുവിധ നിയമ നടപടികളും സ്വീകരിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിന്റെ ഭാഗമായി സിപിഐ തൃശൂർ മണ്ഡലം സെക്രട്ടറിയും LDF ഇലക്ഷൻ കമ്മിറ്റിയുടെ മണ്ഡലം സെക്രട്ടറിയുമായിരുന്ന അഡ്വക്കേറ്റ് KB സുമേഷ് നൽകിയ വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷയിന്മേൽ ലഭ്യമായ മറുപടി സംശയകരമാണെന്നും സിപിഐ നേതാക്കൾ പറഞ്ഞു. 2024 സ്ഥിര താമസക്കാർ എന്ന വ്യാജേന തൃശൂർ മണ്ഡലത്തിൽ വോട്ട് ചെയ്ത BJPക്കാരുടെ വോട്ടുകൾ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഇലക്ട്രിക്കൽ റോളിൽ കാണുന്നില്ലെന്നും CPI നേതാക്കൾ ചൂണ്ടിക്കാട്ടി. 1950 ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകളും ചട്ടങ്ങളും പ്രകാരമല്ലാത്ത തയ്യാറാക്കിയ അന്തിമ വോട്ടർ പട്ടികയാണ് 2024 തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ്. ആയതിനാൽ പ്രസ്തുത വോട്ടർ പട്ടിക അസ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യം ഇലക്ഷൻ കമ്മീഷൻ നിയമപ്രകാരം പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നും CPI നേതാക്കൾ ആവശ്യപ്പെട്ടു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, CPI സംസ്ഥാന കൌൺസിൽ അംഗം VS സുനിൽകുമാർ, CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇലക്ഷൻ കമ്മീഷൻ വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ട മറുപടിയിൽ നിന്ന് കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നത് ഒന്നും തന്നെ ഉചിതമല്ല. ഇപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഒരേ സമയം 2 സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ അത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം തന്നെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇടപെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പത്രങ്ങളിൽ നിന്ന് വായിച്ചതനുസരിച്ച് കോൺഗ്രസിന്റെ നേതാവ് പവൻ കേരിക്കെതിരെ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ രീതിയിലുള്ള ഒരു സമീപനം തൃശ്ശൂരിലെ BJP നേതാക്കളോട് കാണിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഇടപെടലുകളിൽ ഒരു ദുരൂഹതയുണ്ട്. ഒരു ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയിൽ ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകേണ്ട സ്ഥാപനം പക്ഷപാതപരമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നതിലുള്ള സംശയം അത് തീർച്ചയായും പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ ഈ കാര്യത്തിൽ കൂടുതൽ താല്പര്യമെടുത്ത് പ്രവർത്തിക്കുന്ന. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം രോഗബാധ സ്ഥിരീകരിച്ചു. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരത്തിൽ നടപ്പാതയിലെ സ്ലാബ് തകർന്നു. വടക്കേനടയിൽ സൂര്യ കോംപ്ലക്സിന് മുൻവശം കാനയ്ക്ക് മുകളിലുള്ള കോൺക്രീറ്റ് സ്ലാബാണ് തകർന്നത്. 100 കണക്കിന് ആളുകൾ കടന്നുപോകുന്ന നടപ്പാതയിലെ കുഴി കാൽനട യാത്രക്കാർക്ക് അപകട ഭീഷണിയായി മാറിയിരിക്കുകയാണ്. നഗരത്തിൽ പലയിടങ്ങളിലും സമാനമായ അവസ്ഥയാണുള്ളത്. ഓണവിശേഷങ്ങളുമായി ഓണം പൊന്നോണം. ഓണാഘോഷ വേദികൾ കൈയടക്കി വനിതാ സംഘങ്ങളുടെ വീരനാട്യം ശ്രദ്ധേയമാകുന്നു. മാലവയ്ക്കാൻ പോകുന്നീനല്ല സോടാട്ടുണ്ണി പൊന്മകനേ. ഒരു കാലത്ത് പുരുഷന്മാർ കൈയടക്കി വെച്ചിരുന്ന ഓണക്കളിയാണ് വനിതാ സംഘങ്ങൾ പിടിച്ചെടുത്തത്. ജില്ലയിൽ നിരവധി ചെറുതും വലുതുമായ വനിതാ കൂട്ടായ്മകളാണ് വീരനാട്യം അവതരിപ്പിക്കുന്നത്. ഓണക്കളിപ്പാട്ടുകളും നാടൻ പാട്ടുകളും ഭക്തിഗാനങ്ങളും കോർത്തിണക്കിയാണ് വീരനാട്യം അവതരിപ്പിക്കുക. പാട്ടിന്റെയും കൈകൊട്ടിന്റെയും താളം മുറുകുകയും ചുവടുകൾക്ക് വേഗം കൂടുകയും ചെയ്യുമ്പോൾ വീരനാട്യം കാണികളിലേക്ക് പകരുന്ന ആവേശം വേറെ തന്നെയാണ്.
സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പടിയൂർ പോത്താനി സ്വദേശി സന്ദീപാണ് ഈ കലാരൂപത്തിന് വീരനാട്യം എന്ന പേര് നിർദ്ദേശിച്ചത്. ചിലവ് കുറച്ച് സംഘങ്ങൾക്ക് വീരനാട്യം അവതരിപ്പിക്കാൻ കഴിയുമെന്ന പ്രത്യേകതയും ഈ കലാരൂപത്തെ ജനപ്രിയമാക്കി. കലാരൂപം ജനപ്രിയമായതോടെ നിരവധി TV ഷോകളിലും കലാകാരികൾക്ക് അവസരം ലഭിക്കുന്നുണ്ട്. TCV ന്യൂസ് ഇരിങ്ങാലക്കുട. ഓണക്കാലത്ത് മഹാബലിയെ വരവേൽക്കാൻ പണ്ടുകാലത്ത് നാട്ടിൻപുറങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഓണവില്ലിന്റെ തനിമ ഒട്ടും നഷ്ടപ്പെടുത്താതെ ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന ഒരു തറവാടുണ്ട് മുല്ലശ്ശേരി പഞ്ചായത്തിലെ എലവത്തൂരിൽ. ചെങ്കാലത്ത് ഗോവിന്ദൻ എന്ന KG മേനോന്റെ വീട്ടിലാണ് 62 കൊല്ലം പഴക്കമുള്ള ഓണവില്ല് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുള്ളത്. KG മേനോന്റെ ഭാര്യ വത്സലയുടെ പിതാവ് മാധവൻ നായരാണ് വത്സലയ്ക്കും സഹോദരങ്ങൾക്കും വേണ്ടി വർഷങ്ങൾക്ക് മുൻപുള്ള ഓണനാളുകളിൽ വില്ല് നിർമ്മിച്ചത്. ഓണവില്ല് തയ്യാറാക്കുന്ന 3/4 ഇഞ്ച് കനമുള്ള പലകയ്ക്ക് വഞ്ചിയുടെ ആകൃതിയാണ്. വില്ലും ഞാണും പനമരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പണ്ടുകാലത്ത് ഉത്രാടദിനത്തിൽ തൃക്കാക്കരയപ്പന വെച്ച ശേഷം ഓണപ്പാട്ടിനൊപ്പമാണ് ഓണവില്ല് കൊട്ടിയിരുന്നത്. നാടിന്റെ നാനാദിക്കിൽ നിന്നും ഇത് കാണാനായി നിരവധി പേർ എത്തിയിരുന്നതായി KG മേനോൻ പറഞ്ഞു. അന്നഗര ദേശത്തെ വിവിധ സമുദായങ്ങളിൽപ്പെട്ടവർ ഓണം വയ്ക്കാൻ ഈ തറവാട് വീട്ടിലേക്കാണ് എത്തിയിരുന്നത്. ഓണപ്പുടവയും ഓണക്കുലയും നെല്ലും മറ്റും ഇവർ നൽകി കഴിഞ്ഞാൽ ഓണവില്ല് കൊട്ടി സന്തോഷത്തോടെയാണ് തറവാട്ടുകാർ അതിഥികളെ മടക്കിയിരുന്നത്. പഴയ കാലത്തെ ഇന്നേ ദിവസം ഓണത്തിന് എല്ലാവരും കാഴ്ചക്കൊലയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നിരത്തി തൂക്കും. അതെല്ലാം നോക്കിയ കാഴ്ച കൊണ്ടുവന്നെല്ലാം പിന്നെ എല്ലാ പ്രജകൾക്കുമായിട്ട് പങ്കുവെച്ചു കൊടുക്കും എല്ലാവർക്കും. 87 വയസ്സുകാരനായ KG മേനോനും കൊച്ചുമക്കളും ചേർന്നാണ് ഇപ്പോൾ തറവാട്ടിൽ ഓണനാളുകളിൽ ഓണവില്ല് വായിക്കുന്നത്. TCV ന്യൂസ് പാവറട്ടി. പഴമയുടെ നാണയക്കിലുക്കവുമായി ഇക്കുറിയും ഉത്രാടക്കിഴി സമ്മാനിച്ചു. പടാക്കുളത്ത് താമസിക്കുന്ന ചാഴൂർ കോവിലകത്തുള്ളവർക്കാണ് റവന്യൂ അധികൃതർ ഉത്രാടക്കിഴി സമ്മാനിച്ചത്. കൊച്ചി രാജവംശത്തിലെ പിന്തുടർച്ചക്കാരായ സ്ത്രീകൾക്ക് സർക്കാർ ഓണക്കാലത്ത് ഉത്രാടക്കിഴി നൽകാറുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കൊടുങ്ങല്ലൂരിലും ചടങ്ങ് നടന്നത്. കൊടുങ്ങല്ലൂർ തഹസീൽദാർ ശ്രീനിവാസ് ചാഴൂർ കോവിലകത്തെത്തി ഉത്രാടക്കിഴി കൈമാറി. ഡെപ്യൂട്ടി തഹസീൽദാർമാരായ ഗോപകുമാർ, CG ശ്യാമള, റസിയ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ശ്രീചിത്ര തിരുനാൾ മഹാരാജാവ് തൃപ്പൂണിത്തുറ കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാർക്ക് ഓണപ്പുടവ നൽകുന്ന പതിവുണ്ടായിരുന്നു. രാജഭരണകാലത്തിന് ശേഷം ഇതിനുള്ള തുക എൻഡോമെന്റ് എന്ന പേരിൽ സർക്കാരിന് കൈമാറി. 1961 ഒക്ടോബർ 21 സർക്കാർ ഇതു സംബന്ധിച്ച് ഉത്തരവിറക്കി. അങ്ങനെ ഉത്രാടക്കിഴി സമർപ്പണം സർക്കാർ കാര്യമായി. കൊച്ചി രാജ്യത്തിന്റെ ആസ്ഥാനമെന്ന പദവിക്ക് കീഴിൽ കുടുംബാംഗങ്ങളുടെ കണക്കെടുപ്പ് തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ ചുമതലയാണ്. കുടുംബാംഗങ്ങൾ കേരളത്തിൽ എവിടെയായാലും അവർക്കുള്ള സംഖ്യ തൃശൂർ ട്രഷറി മുഖേന അനുവദിച്ചു തുടങ്ങി. പതിറ്റാണ്ടുകളോളം 14 രൂപയും ചില്ലറയും മാത്രമായിരുന്നു ഉത്രാടക്കിഴിയിലെ തുക. പല കാലങ്ങളിലായി തുകയിൽ അല്പാൽപ്പം വർധനയുണ്ടായി. 2011 ഇപ്പോഴത്തെ 1100 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. പാരമ്പര്യക്കാരായ 80ഓളം പേരാണ് ഇക്കുറി ഉത്രാടക്കിഴി ഏറ്റുവാങ്ങുന്നത്. തൃശൂർ, എറണാകുളം, പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിലാണ് വിതരണം. അവകാശികളെ അതാത് താലൂക്കുകളാണ് ബന്ധപ്പെടുന്നത്. തഹസീൽദാർമാർ പാസാക്കുന്ന അപേക്ഷകൾ തൃശൂർ കളക്ടറേറ്റ് മുഖേന സർക്കാരിലേക്ക് കൈമാറും. തുടർന്ന് തൃശൂർ ട്രഷറിയിലേക്ക് പണമെത്തും. അതത് താലൂക്ക് തഹസീൽദാർമാരോ സർക്കാർ പ്രതിനിധികളോ നേരിട്ടെത്തിയാണ് ഉത്രാടക്കിഴി സമർപ്പിക്കുന്നത്. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. നേന്ത്രക്കായ ഉൽപാദനത്തിൽ ജില്ലയിൽ മുന്നിൽ നിൽക്കുന്ന മറ്റത്തൂരിൽ നിന്ന് ഇക്കുറി ഓണത്തിന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിയത് ടൺ കണക്കിന് നാടൻ നേന്ത്രക്കായ. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മാത്രം 30 ടണ്ണിലേറെ നേന്ത്രക്കായാണ് മറ്റത്തൂർ സ്വയാശ്രയ കർഷക സമിതിയിൽ നിന്ന് ഹോർട്ടികോർപ്പ് സംഭരിച്ചത്. തിരുവനന്തപുരം, ഹരിപ്പാട്, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട്, വടകര, കണ്ണൂർ എന്നിവിടങ്ങളിലെ ഓണച്ചന്തകളിലേക്കാണ് മറ്റത്തൂരിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ച നാടൻ നേന്ത്രക്കുലകൾ വിൽപ്പനയ്ക്കായി കൊണ്ടുപോയത്. ഓണവിപണി ലക്ഷ്യം വെച്ച് കൃഷി ചെയ്ത ആയിരക്കണക്കിന് നേന്ത്രവാഴകൾ മഴക്കെടുതിയിൽ നശിച്ചു പോയിരുന്നു. കാലാവസ്ഥ അനുകൂലമായിരുന്നെങ്കിൽ നേന്ത്രക്കായുടെ ഉൽപ്പാദനം ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടിയാകുമായിരുന്നെന്ന് മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് CK പീതാംബരൻ പറഞ്ഞു. അപ്പോൾ ഒറ്റ ദിവസം 30-ാം തീയതി ഒറ്റ ദിവസം കൊണ്ട് 22 ടൺ നേന്ത്രക്കായ മറ്റ് ജില്ലകളിലേക്കായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം 29-ാം തീയതി നമ്മൾ കൊടുത്തു, 30-ന് ഏറ്റവും കൂടുതൽ കൊടുത്തു 22 ലക്ഷം. മൊത്തം 28-30ൻ്റെ അടുത്തായിട്ട് നമ്മൾ തോട്ടുകൾക്ക് വഴി വിറ്റഴിക്കാൻ നമുക്ക് സാധിച്ചു. അത് നമ്മളെ കർഷകരുടെ കൂട്ടായ്മയും നമ്മുടെ ഒത്തൊരുമയും എല്ലാം കൂടിയാണ്. അതിൽ നമ്മൾ സഹായിച്ച തൃശ്ശൂർ DC അതിൻ്റെ ഹോർട്ടികോർപ്പിലെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ഗവൺമെൻറ്റും നമ്മൾ അങ്ങേറ്റവും സഹായിച്ചിട്ടുണ്ട്. നേന്ത്രക്കുലകൾ വിറ്റുപോകാതെ കെട്ടിക്കിടക്കുന്ന സ്ഥിതി ഒഴിവാക്കാൻ ഹോർട്ടികോർപ്പ് കർഷകർക്ക് അനുകൂലമായ രീതിയിൽ വിപണിയിൽ ഇടപെടുകയും നേന്ത്രക്കായ സംഭരിക്കുകയും ചെയ്തത് ആശ്വാസമായി. ആയിരക്കണക്കിന് വാഴ ഓരോരുത്തരും നശിച്ചുപോയി. അതും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ മറ്റത്തൊരു വിപണിക്ക് വലിയൊരു ആശ്രയം ഈ കർഷകർക്കൊക്കെ നല്ലൊരു നിലവാരം ഈ പുതുവത്സരത്തിൽ കിട്ടുന്നതാണ്. എല്ലാ കർഷകരും പറയുന്നത് 60 രൂപയും കിട്ടിയില്ലെങ്കിൽ 1 കിലോ എന്നാണ് പറയുന്നത്. എന്നാൽ 50 രൂപ നമുക്ക് പിടിച്ചെടുത്താൻ പറ്റും. അതിന് വലിയൊരു ഭാഗ്യം.
അത് അതിലൊരു പുതിയ ഘടകം വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് കായ് വന്നിട്ട് വളരെ വില കുറച്ച് കൊടുക്കുന്ന കാരണം കൊണ്ടാണ് നമ്മുടെ നാടൻ കായകൾക്ക് ഇത്ര വില സാധിച്ചത്. അതേസമയം ഉൽപാദനം കുറവായിരുന്നിട്ടും പ്രതീക്ഷിച്ചതുപോലെ വില കർഷകർക്ക് ഇത്തവണ ലഭിച്ചില്ല. വിളവെടുപ്പ് സീസൺ ആരംഭിച്ചപ്പോൾ കിലോഗ്രാമിന് 55 രൂപയോളം ഉണ്ടായിരുന്ന വില ഓണക്കാലമായപ്പോൾ കുറയുകയാണുണ്ടായത്. VFPCKയുടെ കോടാലിയിലുള്ള സ്വാശ്രയ ചന്തയിൽ തിങ്കളാഴ്ച കിലോഗ്രാമിന് 50 രൂപ നിരക്കിലാണ് നാടൻ നേന്ത്രക്കായ വിറ്റുപോയത്. ഓണക്കാലമായതോടെ തമിഴ്നാട്ടിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് നേന്ത്രക്കായ സംസ്ഥാനത്തെ ചന്തകളിലേക്ക് എത്തിയതാണ് നാടൻ നേന്ത്രക്കായയുടെ വില ഇടിച്ചത്. നാടൻ നേന്ത്രക്കായ്ക്ക് കിലോഗ്രാമിന് കുറഞ്ഞത് 60 രൂപയെങ്കിലും ഓണവിപണിയിൽ വില കിട്ടുമെന്ന് പ്രതീക്ഷിച്ച മലയോര കർഷകരുടെ പ്രതീക്ഷകളെ മറുനാടൻ നേന്ത്രക്കുലകളുടെ വരവ് മങ്ങലേൽപ്പിക്കുകയായിരുന്നു. TCV ന്യൂസ്, കൊടകര. ഇടവേള. നാലോണനാളിൽ തൃശൂരിൽ പുലിയിറക്കം. പുലിമടകളിലെ പുലിയൊരുക്കം മുതൽ മുഴുവൻ ചടങ്ങുകളും TCVയിൽ തത്സമയം. സെപ്റ്റംബർ 8 രാവിലെ 9 മുതൽ. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഫൺ വിത്ത് മാവേലി നോം എത്തിയിരിക്കുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി. 15 കൊല്ലമായി നമ്പൂരിച്ച ഒരു സർവീസിലേക്ക് വേണ്ടിട്ട് പ്രീതി എങ്ങനെയാണോ ചോദ്യം ചെയ്യുന്നത്? ഒന്നാവുക ചെയ്ത് 3 കുട്ടികളുടെ അത്രേ ഉള്ളൂ. അത്തം മുതൽ ഉത്രാടം വരെ രാത്രി 7:30, പുനഃസംരക്ഷണം രാത്രി 10:30, ഉച്ചയ്ക്ക് 12 മണിക്കും. മനസ്സാകി നിലാവ് ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. തെയ്താരോ തെയ്യം താരാ. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിച്ചത് മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. കടങ്ങോട് 3-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തി. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് ട്രഷറർ PV കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് KB മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, KS സലാം, NU വീരാൻകുട്ടി, ഷനിൽ കുമാർ, NA മുഹമ്മദ് അലി, സുരേഷ് എന്നിവർ സംസാരിച്ചു. കാട്ടൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ഉത്രാടനാളിൽ തുമ്പപ്പൂ വിതരണം ചെയ്തു. 7-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പള്ളിവേട്ട നഗറിൽ തുമ്പപ്പൂക്കൾ വിതരണം ചെയ്തത്. കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം പ്രസിഡന്റ് AP വിൽസൺ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം സെക്രട്ടറി ജിതോഷ് കതിരപ്പിള്ളി അധ്യക്ഷനായിരുന്നു. ജയ്ഹിന്ദ് രാജൻ, നൌഫൽ പടവലപ്പറമ്പിൽ, ദാസൻ തള്ളിയപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാറളം വെള്ളാനിയിൽ മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. വെള്ളാനി റേഷൻ കടയ്ക്ക് സമീപമാണ് വാഹനമിടിച്ച് മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി റോഡിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ വാഹനമിടിച്ചതാണെന്ന് സംശയിക്കുന്നു. ആഴക്കടലിൽ ഓണസദ്യയൊരുക്കി മത്സ്യബന്ധന തൊഴിലാളികൾ. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ വാകച്ചാർത്ത് എന്ന വെള്ളത്തിലെ തൊഴിലാളികളാണ് കടലിൽ ഓണസദ്യ ഉണ്ടാക്കിയത്. ആര്യങ്കാരൻ ജോസിന്റെയും സ്ട്രാങ്ക് സുധീഷിന്റെയും നേതൃത്വത്തിൽ 45 തൊഴിലാളികളാണ് കടലിൽ ഓണസദ്യയിൽ പങ്കെടുത്തത്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് പന്തലാലൂക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മകരം 20 ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. രക്ഷാധികാരി TK ലാലു കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കമ്മിറ്റി പ്രസിഡന്റ് MK മോഹനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MS പ്രശാന്ത്, ട്രഷറർ UM ഉണ്ണികൃഷ്ണൻ, EA സുരേഷ്, KB നിഖിൽ എന്നിവർ നേതൃത്വം നൽകി. താന്നിയം പഞ്ചായത്ത് 5-ാം വാർഡിൽ അനശ്വര അങ്കനവാടിയിൽ ഓണാഘോഷം നടത്തി. വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. ഗിരിജ കൊടുപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. അങ്കനവാടി വർക്കർ അഷ്ടമി, ഹെൽപ്പർ നിമ്മി, ALMC അംഗങ്ങളായ കിസ്മത്ത്, പിയൂസ്, ഷൈനി ഷാജി, സുഭദ്ര രവി, മുകുന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
നീന്തൽ പരിശീലനത്തിൽ തന്റേതായ കഴിവുകൾ പകർന്നു കൊടുക്കുകയാണ് അന്തിക്കാട് സ്വദേശി പ്രദീപ് കുമാർ. 15 വർഷമായി ഈ രംഗത്തുള്ള പ്രദീപ് ഇതിനകം 100 കണക്കിന് കുട്ടികളെയാണ് നീന്തൽ പരിശീലിപ്പിച്ചത്. അന്തിക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ 2.5 ഏക്കറോളം വരുന്ന കുളത്തിലാണ് പെൺകുട്ടികളെ അടക്കം പരിശീലിപ്പിക്കുന്നത്. കുട്ടികളുടെ അവധി നോക്കി ശനി ഞായർ ദിവസങ്ങളിലാണ് പരിശീലനം. ഓണം അവധി ആരംഭിച്ചതോടെ തിരക്ക് കൂടി. ഇപ്പോൾ 150-ലധികം പേർക്കാണ് പരിശീലനം നൽകുന്നത്. കനാലുകളും പുഴയും തോടുകളും പാടങ്ങളും കുളങ്ങളും ഏറെയുള്ള മേഖലയാണിത്. കനത്ത മഴയും പ്രളയവും വെള്ളപ്പൊക്കവും ഏറിവരുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ സുരക്ഷയ്ക്കായി നീന്താൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്ന തിരിച്ചറിവ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുണ്ട്. 20 ക്ലാസ് കൊണ്ട് കുട്ടികൾക്ക് നിഷ്പ്രയാസം തനിയെ നീന്താൻ കഴിയുമെന്നും വെള്ളത്തിൽ അകപ്പെട്ടാൽ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ കഴിയുമെന്നും പ്രദീപ് പറഞ്ഞു. ഇനിയും കൂടുതൽ പേരെ പരിശീലിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് LIC ഏജന്റ് കൂടിയായ പ്രദീപ്. അന്തിക്കാട് കുളം നവീകരിച്ച് മനോഹരമാക്കിയതോടെ കുളത്തിൽ നീന്തി കുളിക്കാനും പരിശീലനം നേടാനും നിരവധി പേരാണ് എത്തുന്നത്. TCV ന്യൂസ്, തൃപ്രയാർ. നബിദിനാഘോഷത്തിനായി മസ്ജിദുകളും മദ്രസകളും വിശ്വാസികളുടെ ഭവനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. വെള്ളിയാഴ്ചയാണ് നബിദിനം. മസ്ജിദുകളിലെല്ലാം തന്നെ വർണ്ണ ബൾബുകളും കൊടിത്തോരണങ്ങളും ഒക്കെയായി മനോഹരമായി അലങ്കരിച്ചു കഴിഞ്ഞു. മദ്രസകളിൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുടെ റിഹേഴ്സലുകൾ, ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ, ദഫ്മുട്ട് തുടങ്ങിയവ തുടരുകയാണ്. ഈ വർഷത്തെ നബിദിനം ഭൂരിഭാഗം മഹല്ലുകളിലും 3 ദിവസങ്ങളിലായാണ് സംഘടിപ്പിക്കുന്നത്. നബിദിനം വെള്ളിയാഴ്ച ആയതിനാൽ അന്നത്തെ ദിവസം ഭൂരിഭാഗം മസ്ജിദുകളും ഘോഷയാത്രകൾ ഒഴിവാക്കിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിക്ക് പ്രഭാത മൗലീദ് നടക്കും. ശനിയാഴ്ച രാവിലെ നബിദിന ഘോഷയാത്രകളും തുടർന്ന് മസ്ജിദുകളിൽ മൗലീദ് പാരായണവും അന്നദാനവും നടക്കും. ഭൂരിഭാഗം മദ്രസകളിലും ഞായറാഴ്ചയാണ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നബിദിന ഘോഷയാത്രകളിൽ പ്രധാന ആകർഷണമായ ദഫ്മുട്ടിന്റെ പരിശീലന തിരക്കിലാണ് മദ്രസ വിദ്യാർത്ഥികളും യുവാക്കളും. TCV ന്യൂസ്, തൃശൂർ. പൂമലയിൽ കരാട്ടെ വിദ്യാർത്ഥികൾ ഓണാഘോഷം സംഘടിപ്പിച്ചു. കരാട്ടെ പ്രദർശനവും ഉണ്ടായിരുന്നു. പൂമല പുളിയൻമാങ്കൽ ഷോട്ടോക്കാരൻ കരാട്ടെ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. സീനിയർ കരാട്ടെ അധ്യാപകൻ ജോജോ കുര്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നാട്ടിലെ ഗുരുക്കന്മാർക്ക് ഓണപ്പുടവയൊരുക്കി കുരുന്നുകൾ. തൈക്കാട്ടുശ്ശേരി ALP സ്കൂളിലെ കുട്ടികളാണ് നാട്ടിലെ അധ്യാപകർക്ക് ഓണപ്പുടവ ഒരുക്കി നൽകിയത്. ക്ലാസ് മുറിക്കപ്പുറത്തേക്ക് കുട്ടികളിൽ ഒരു ലോകം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് അധ്യാപകരുടെ നേതൃത്വത്തിലാണ് കുരുന്നുകളിലെ കലാവാസനയെ പരിപോഷിപ്പിച്ചെടുത്തത്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് അഡ്വഞ്ചറസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾ വെജി വസ്ത്ര എന്ന പേരിൽ വിദ്യാലയത്തിന്റെ സ്വന്തം ബ്രാൻഡിൽ ഓണപ്പുടവ ഒരുക്കിയിരിക്കുന്നത്. പ്രധാനാധ്യാപിക പ്രസന്നയുടെയും മാനേജ്മെന്റിന്റെയും സഹകരണത്തോടെ വിദ്യാലയത്തിലെ അധ്യാപകരായ കീർത്തി, ലക്ഷ്മി, ഷൈജ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ് നടത്തിയിരുന്നത്. സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ സമഗ്രമായ വിദ്യാഭ്യാസത്തിന് നിർണായകമാണെന്ന തിരിച്ചറിവാണ് കുട്ടികളെ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുത്തുന്നതെന്ന് അധ്യാപികയായ കീർത്തി പറഞ്ഞു. തൈക്കാട്ടുശ്ശേരി ALP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് സ്കൂളിൽ നടന്ന ചടങ്ങിലാണ് കുട്ടികൾ നിർമ്മിച്ച പുടവകൾ നൽകി അധ്യാപകരെ ആദരിച്ചത്. തൈക്കാട്ടുശ്ശേരി ഡിവിഷനിൽ നിലവിൽ അധ്യാപകരായി സേവനം അനുഷ്ഠിക്കുന്നവരും വിരമിച്ചവരുമായ 27 അധ്യാപകർക്ക് പുടവ നൽകി ചടങ്ങിന്റെ ഉദ്ഘാടനം കൗൺസിലർ CP പോളി നിർവഹിച്ചു. സ്കൂൾ മാനേജർ പ്രൊഫസർ TV ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ബെന്നി ജേക്കബ് അധ്യാപകരെ ആദരിച്ചു. ലോഗോ പ്രകാശനം അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. പ്രധാനാധ്യാപിക AV പ്രസന്ന, KN ബിമൽ, മാനേജ്മെന്റ് പ്രതിനിധി മോഹൻദാസ്, MPTA പ്രസിഡന്റ് രബിത പ്രശാന്ത്, OSA പ്രസിഡന്റ് VR ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, പുതുക്കാട്. വാണിജ്യം. രുചിഭേദങ്ങളുടെ പെരുമഴക്കാലവുമായി കയ്പമംഗലത്ത് മഴ ഫാമിലി റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു. കയ്പമംഗലം 12-ൽ ആരംഭിച്ച മഴ ഫാമിലി റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം ET ടൈസൺ MLA നിർവഹിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK ഫൽഗുണൻ, പഞ്ചായത്ത് അംഗങ്ങളായ CJ പോൾസൺ, റസീന ഷാഹുൽ ഹമീദ്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CK സെയ്ദ് മുഹമ്മദ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ്
തുടങ്ങിയവർ സംസാരിച്ചു. പഴമയും പുതുമയും ഒത്തിണങ്ങുന്ന നാടൻ രുചിക്കൂട്ട്, ഭക്ഷണപ്രേമികളുടെ മനം കവരുന്ന ചൈനീസ്, സൗത്ത് ആൻഡ് നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ, അറേബ്യൻ വിഭവങ്ങൾ എന്നിവയെല്ലാം മഴ ഫാമിലി റെസ്റ്റോറന്റിൽ ലഭ്യമാണ്. അതിവിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9795 രൂപ, പവന് 78,360 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. മലയാളികൾക്ക് ഇന്ന് ഉത്രാടപ്പാച്ചിൽ. മഴ വിപണിയിൽ നേരിയ ആശങ്ക പരത്തി. തിരുവോണം നാളെ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനമേറ്റ സംഭവം. കേസ് പിൻവലിക്കാൻ പോലീസ് 20 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായി മർദ്ദനത്തിനിരയായ പ്രവർത്തകൻ. വോട്ടർ പട്ടിക ക്രമക്കേട്. ആക്ഷേപങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒളിച്ചുകളി നടത്തുന്നതായി CPI. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം രോഗബാധ സ്ഥിരീകരിച്ചു. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.